ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ കുക്കർ ചിക്കനാണ്. ചിക്കൻ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടാണ് കുക്കറിൽ നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. കൂടെ അടിപൊളി ഒരു ഗ്രേവിയും ഞാൻ ഇതിൻ്റെ ഒപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പറഞ്ഞു നീട്ടുന്നില്ല, ഇത് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ചിക്കന് രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ലെഗ് സൈഡൊക്കെ വരഞ്ഞു കൊടുക്കണം കേട്ടോ. മസാലയ്ക്ക് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ നല്ലതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ സൈസ് വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളെടുക്കുന്നത് ചെറിയ അല്ലികളാണെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൂടെ തന്നെ 5 ഉണക്കമുളക്, ഉണ്ടമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണക്കമുളക് എടുക്കുമ്പോൾ അതിനനുസരിച്ച് എരിവിനനുസരിച്ച് എടുക്കുക. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ ടിക്ക മസാലപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടിക്ക മസാലപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ സാധാ മസാലപ്പൊടി ചേർത്താലും മതി. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കസ്തൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കസ്തൂരി മേത്തി എന്ന് പറയുമ്പോൾ ഉലുവയില ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. ഇത് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ ചിക്കന് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും ആണ് കേട്ടോ. കൂടെ 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെള്ളം കൂടെ ആഡ് ചെയ്ത് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മസാല വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിൽ ഇത് തേച്ച് പിടിപ്പിക്കാം. മസാല എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ലെഗ് പീസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഒരു സ്ക്വയർ വെച്ചിട്ടാണ് 2 ലെഗ് പീസും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഒരു സ്ക്വയർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നൂലെടുത്തിട്ട് 2 ലെഗ് പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് നല്ലതുപോലെ മുറുക്കി കെട്ടിയാൽ മതി. നമ്മൾ കുക്കറിൽ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ 3 മണിക്കൂറാണിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാലേ ആ മസാലയൊക്കെ നല്ലതുപോലെ ഇതിൽ പിടിക്കുള്ളൂ. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ അപ്പോൾ കുക്കറിൽ കുക്ക് ചെയ്യാം. ഞാൻ അതിനായിട്ട് 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടിച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. വാഷറോ വിസിലോ ഒന്നും മാറ്റേണ്ട കേട്ടോ. ലോ ഫ്ലെയിമിൽ 17 മിനിറ്റാണ് ഇത് കുക്കായി കിട്ടാനായിട്ട് എടുത്ത ടൈം. വലിയ ചിക്കനൊക്കെ ആവുമ്പോൾ ഒരു 2-3 മിനിറ്റും കൂടെ വ്യത്യാസപ്പെടും. ഒരു 20 മിനിറ്റൊക്കെ വേണ്ടി വരും. ചെറിയ ചിക്കൻ ആവുമ്പോൾ ഒരു 15 മിനിറ്റ് 16 മിനിറ്റൊക്കെ മതിയാവും. 17 മിനിറ്റ് ആവുമ്പോൾ കുക്കറിൻ്റെ വിസിലൊന്നും അടിക്കില്ല. അഥവാ അടിച്ചാലും നിങ്ങൾ പേടിക്കേണ്ട, വെന്തൊന്നും പോവില്ല കേട്ടോ ചിക്കൻ. ഈ ടൈമിനുള്ളിൽ നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ 3 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3-4 വെളുത്തുള്ളിയും കൂടെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. 5 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വഴന്നു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഈ ഒരു സ്ട്രക്ചർ ആകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ നല്ല ചേഞ്ച് ആവുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ കളറൊക്കെ നല്ല ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ബ്ലാക്ക് കളറിലെ ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഗ്രേവിയിൽ ഇത് ചേർക്കുമ്പോൾ. കൂടെ തന്നെ ഒരു തക്കാളി കൂടെ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ലതുപോലെ വഴന്നു വരുന്നത് വരെ നമുക്കിതൊന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. 17 മിനിറ്റ് ആയപ്പോൾ ഞാൻ കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുക്കർ ഓപ്പൺ ചെയ്യുവാണ്. ഇതിപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. ഇതിൽ നിന്ന് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മസാല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ചെറിയൊരു ഫ്ലേവറൊക്കെ മസാലയിൽ ഉണ്ടാവും. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ചിക്കൻ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ചിട്ട് ഞാനൊന്ന് കുത്തി കാണിച്ചു തരാം കേട്ടോ. നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. എണ്ണ ചൂടാക്കിയിട്ട് അതിൽ ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ മതി. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം എല്ലാ സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് മൊരിഞ്ഞു പോകണ്ട കേട്ടോ. കുക്കറിൽ നിന്ന് നമ്മൾ നേരിട്ടെടുത്ത് കഴിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കനാണ്. മസാലയൊക്കെ പുരണ്ടിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കനാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇഷ്ടമെന്നുള്ളവർക്ക് അങ്ങനെ തന്നെ കഴിക്കാം. ഇത് ഞാനിപ്പോൾ ഓയിലൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നത്. നമുക്ക് ഈ ഗ്രേവിയും കൂട്ടി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ്റെ എല്ലാ സൈഡും ഞാനൊന്ന് ചെറുതായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയുടെ കൂടെ ഇത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു കുക്കർ ചിക്കന്. ഈ മസാല കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതൊന്നുകൂടെ ടേസ്റ്റി ആവുന്നത്. ഇതിപ്പോൾ റൈസ്, ചപ്പാത്തി, വെള്ളയപ്പം ഇവയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ, ബൈ.